പ്രേക്ഷകരെ ഈ CPO റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നേടി പഠിച്ച് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും നിയമനം ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾ വലിയൊരു കണക്കാണ് അവരുടെ കണക്ക്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഈ കഴിഞ്ഞ നിമിഷങ്ങൾ തന്നെ നമ്മളോട് അതിന്റെ ആശങ്കകൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി എന്ത് എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യം. മലപ്പുറത്ത് നിന്ന് ഒരു ഉദ്യോഗാർത്ഥി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. മറ്റു വഴികളൊന്നുമില്ല എന്ന് പറയുകയാണ് അദ്ദേഹം. പ്രതികരണത്തിലേക്കൊന്ന് പോവാം. സാധാരണക്കാരായ മക്കൾക്ക് പോലും ആകെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ളത് ഇതുപോലുള്ള പോലീസിന്റെ ഒക്കെ നിയമനങ്ങളാണ്. ജോലിക്കുള്ള ഒരു ആവശ്യം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇതുപോലുള്ള ഒരു പ്രതികരണങ്ങളും കാര്യങ്ങളും. സത്യത്തിൽ നമ്മൾ സർക്കാരിനെതിരല്ല, വളരെ ഹൈ കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇത് വന്നിട്ടുള്ളത്. എന്നിട്ട് പോലും കേവലം 1910 നിയമനങ്ങൾ മാത്രമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇനി ഏകദേശം 2800ഓളം ആളുകൾ മെയിൽ ലിസ്റ്റിൽ നിന്ന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒഴിവിനനുസരിച്ചുള്ള ഒരു നിയമനമാണ് ഇനി നടക്കുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിയെ എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയോടെയാണ് ഇനി നിൽക്കുന്നത്. വെറും 58 ദിവസം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മളെ ഓരോരുത്തരെയും ജീവന്റെയും വിലയുള്ള ഓരോ ലിസ്റ്റുകളാണ്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചുണ്ടാക്കിയതാണ്. ഇതാണ് ആ യുവാവിനും പറയാനുള്ളത്. പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ, പ്രസാദ്, ഈ പോലീസിനകത്തെ ഒഴിവുകൾ കൃത്യമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുകയായിരുന്നു. ഈ പതിവ് പോലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇതെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല. കാരണം ഇത്രയധികം യുവാക്കളാണ് ജോലിയില്ലാതെ പുറത്തു നിൽക്കുന്നത്. സർക്കാർ ഇതിനെ പോസിറ്റീവായി കണ്ടേ മതിയാവൂ റോഷ്നി. കാരണം ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കാരണം പോലീസിൽ ഓരോ ദിവസവും ആളുകളുടെ ക്ഷാമം വളരെ രൂക്ഷമാണ്. പല പോലീസ് സ്റ്റേഷനുകളിൽ നമുക്ക് പോയാൽ അറിയാം, പകുതി പോലും സ്ട്രെങ്ത് ഇല്ലാത്ത പോലീസ് സ്റ്റേഷനുകളിലുണ്ട്. ഉള്ളവരെ വെച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പലപ്പോഴും പല പോലീസ് സ്റ്റേഷനുകളിലും. നിലവിലുള്ള പ്രതിസന്ധി PSCയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ടതുമുണ്ട്. കാരണം ക്യാമ്പിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ക്യാമ്പുകളിൽ ഒഴിവുണ്ടാവുകയും അതിലേക്ക് പുതിയ നിയമനങ്ങൾ ഉണ്ടാവുകയും ചെയ്യൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമുള്ളവർ മാത്രം അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെങ്കിൽ മാത്രമാണ് ആ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയുക. ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒഴിവുകൾ എത്രയാണ് എന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ പോലും ഇവർക്ക് കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ചൊരു കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതും പ്രായോഗികമല്ല. എന്തായാലും കേരളത്തിൽ പോലീസിൻ്റെ സേവനം എന്നുള്ളത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ആളുകളുടെ എണ്ണം കുറയുന്നത് മനുഷ്യരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ ഉണ്ടായതുപോലെയുള്ള നിയമനം സംസ്ഥാനത്ത് തുടർന്നില്ല എങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പ്രതിസന്ധി പോലെ തന്നെ നാട്ടുകാരുടെ ജീവിതവും പ്രതിസന്ധിയിലാകും എന്ന കാര്യം ഉറപ്പാണ് റോഷ്നി. ശരിയാണ്. TV പ്രസാദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചത്. പ്രേക്ഷകരെ, ഈ ഒഴിവ് കഴിവ് പറയാതെ പോലീസിലെ ഒഴിവുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി അതിന്റെ കണക്കുകളെല്ലാം PSCക്ക് കൃത്യമായി നൽകി ഈ റാങ്ക് ലിസ്റ്റിനെ പരിഗണിച്ച് ഇത്രയധികം ഉദ്യോഗാർത്ഥികളെ പുറത്തു നിർത്താതെ ഇവർക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം. അതിന്റെ ആശങ്കകളാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ നേരിട്ട് നമ്മളോട് പങ്കുവച്ചത്. ഈ വിഷയം സർക്കാരിന്റെ കണ്ണു തുറന്നേ പറ്റൂ. ഈ വിഷയം നമുക്ക് ചർച്ചയാക്കി എടുത്തേ കഴിയുകയുള്ളൂ.